നിങ്ങൾ പുറത്തു പോകുമ്പോൾ അമ്മയോ അച്ഛനോ ഇടയ്ക്കിടെ ഫോൺ ചെയ്യാറുണ്ടോ? നിങ്ങൾ എവിടെയാണ്? നീ എപ്പോ വരും? ആരൊക്കെയാണ് കൂടെയുള്ളത്? എന്താ ഇത്ര വൈകുന്നത്? ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും. എന്തിനാണ് ഇങ്ങനെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചു ചോദിച്ചേക്കാം. പക്ഷെ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ആ ചോദ്യങ്ങളുടെ പിന്നിൽ സംശയമാണോ, അതോ നിങ്ങളെ സുരക്ഷിതമായി കാണണമെന്ന അവരുടെ കരുതലാണോ? ആ ഫോൺ കോളിന്റെ പിന്നിലുള്ള വികാരം എന്തായിരിക്കും? നമ്മൾ വൈകുമ്പോൾ അവർ വിളിക്കുന്നു, എവിടെയാണെന്ന് ചോദിക്കും. ആരാണ് കൂടെയുള്ളതെന്ന് നമ്മോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. എപ്പോൾ വീട്ടിലെത്തുമെന്ന് ചോദിക്കും. നമുക്കത് ചിലപ്പോൾ നിയന്ത്രണമായിട്ട് തോന്നും. പക്ഷെ പല മാതാപിതാക്കളുടെയും മനസ്സിൽ നടക്കുന്നത് മറ്റൊന്നാണ്. എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ സുരക്ഷിതനാണോ? അതാണ് അവരുടെ ഉള്ളിലെ ഒരു വിഷമം അല്ലെങ്കിൽ പേടി. നിങ്ങൾ വീട്ടിലെത്തി വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത് വരെ ചില മാതാപിതാക്കളുടെ മനസ്സിൽ സമാധാനം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അടുത്ത തവണ അവർ വിളിക്കുമ്പോൾ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് നമ്മൾ ഓർക്കണേ, ആ കോളിന്റെ മറുവശത്ത് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണ്. അതേസമയം അമിതമായി അന്വേഷിക്കുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതും ബഹുമാനത്തോടെ നമുക്ക് സംസാരിക്കാം. അവരോട് പറയാം, മുൻകൂട്ടി തന്നെ നമുക്ക് അവരോട് പറയാം, ഞാൻ ഇന്ന സ്ഥലത്തായി, ഇന്ന ആളുകളാണ് എൻ്റെ കൂടെയുള്ളത്, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു, എനിക്ക് ഭക്ഷണം ഇനി വേണ്ട, അല്ലെങ്കിൽ ഭക്ഷണം വേണമെങ്കിൽ അതും പറയാം എന്ന് അവരോട് മുൻകൂട്ടി പറഞ്ഞാൽ തന്നെ അവർക്ക് വലിയൊരു സന്തോഷമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്കും ആ ഒരു സന്തോഷം ലഭിക്കുക തന്നെ ചെയ്യും. സ്നേഹവും വ്യക്തിപരമായ പരിധികളും ഒരുമിച്ച് നിലനിൽക്കാം. മറ്റൊരു ചെറിയ കാര്യം പറയട്ടെ. ഇന്നും നമ്മുടെ നാട്ടിൽ പഴയ ഫോൺ ഉപയോഗിക്കുന്ന എത്രയോ ഉപ്പമാരും ഉമ്മമാരും. വാട്സപ്പ് ശരിയായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന കാരണമാകാം പറയുന്നു. അല്ലെങ്കിൽ ഫേസ്ബുക്ക് അറിയില്ല, വീഡിയോ കോൾ ചെയ്യാൻ അറിയില്ല. പുതിയൊരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയും, എനിക്ക് അതൊന്നും വേണ്ട മോളെ, എനിക്ക് ഇത് മതി, ഇത് തന്നെ ധാരാളമാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്? ചിലപ്പോൾ ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ മക്കളുടെ പണം ചെലവാക്കേണ്ട എന്ന ചിന്ത കൊണ്ടായിരിക്കും. അവർ അത് നമ്മളോട് തുറന്നു പറയണമെന്നില്ല. പക്ഷെ ഒന്ന് നമ്മൾ ഓർക്കണേ, നമ്മളും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പഠിച്ചിട്ടല്ല ജനിച്ചത്, ഉപയോഗിച്ചാണ് നമ്മളും പഠിച്ചത്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തുകൊണ്ട് പഠിക്കാൻ കഴിയില്ല? ഒരു നല്ല ഫോൺ അവരുടെ കയ്യിൽ ഒന്ന് കൊടുത്തു, വാട്സപ്പ് എങ്ങനെ തുറക്കാമെന്ന് കാണിച്ചു കൊടുത്തു, വീഡിയോ കോൾ എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിച്ചു കൊടുത്തു, ഫോട്ടോ എടുക്കാനും കാണാനും ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു. ആദ്യത്തെ ദിവസം അവർക്ക് തെറ്റാം, രണ്ടാമത്തെ ദിവസവും അവർ ഇങ്ങനെ ചോദിക്കാം, മോനെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരിക്കലും ദേഷ്യപ്പെടരുത്, വീണ്ടും പഠിപ്പിച്ചു കൊടുക്കുക. കാരണം നമ്മൾ നടക്കാൻ പഠിക്കുമ്പോൾ എത്ര തവണ വീണിട്ടുണ്ടാകും എന്ന് ആലോചിച്ച് നോക്കുക.
അന്നവർ പറഞ്ഞു, ഇന്നലെ പഠിപ്പിച്ചതല്ലേ, വീണ്ടും എന്തിനാ എന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ലല്ലോ. ഒരിക്കലുമില്ല. അവർ വീണ്ടും നമ്മുടെ കൈ പിടിച്ചു, നടത്തിച്ചു. ഇന്ന് അവരുടെ കൈ പിടിക്കാനുള്ള അവസരം നമ്മുടേതാണ്. ആ ചെറിയ സമ്മാനത്തിന്റെ വില നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ഫോണിന്റെ വിലയല്ല അവിടെ പ്രധാനം. അത് കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ആ പുഞ്ചിരി ഉണ്ടല്ലോ, ആ സന്തോഷമുണ്ടല്ലോ, അതാണ് നമുക്ക്. എൻ്റെ മകൻ എനിക്കിത് വാങ്ങി തന്നു എന്ന് പറയുന്നു, എൻ്റെ മകൾ എന്നെയും ഓർത്തു എന്ന് പറയുന്നു. ആ ഒരു അനുഭവം, ആ ഒരു സന്തോഷം അവരുടെ മനസ്സിൽ വലിയൊരു പോസിറ്റീവ് വികാരം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അത് നിങ്ങളോടുള്ള സ്നേഹമായും പ്രാർത്ഥനയായും അനുഗ്രഹമായും തിരിച്ചു വരിക തന്നെ ചെയ്യും. അതൊരു ശാസ്ത്രീയ ഫോർമുല പോലെ ഇത് ചെയ്താൽ വിജയം ഉറപ്പ് എന്ന് പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മാതാപിതാക്കളുടെ സന്തോഷത്തിനും കുടുംബത്തിലെ നല്ല ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഗുണമേന്മയിൽ വലിയ വിലയുണ്ട്. അവരുടെ സന്തോഷത്തിൽ പങ്കാളിയാകുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സമ്പത്താണ്. 3 മതങ്ങളും മനോഹരമായ സന്തോഷമാണ് നമ്മൾ പറയുന്നത്. മതങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ മാതാപിതാക്കളോടുള്ള ബഹുമാനത്തിന്റെ കാര്യത്തിൽ വലിയൊരു സാമ്യം നമുക്കവിടെ കാണാം. ഇസ്ലാം പറയുന്നത് മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതിനും ബഹുമാനത്തോടെ സംസാരിക്കുന്നതിനും വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. പ്രായമായ മാതാപിതാക്കളോട് അസഹിഷ്ണുത കാണിക്കാതെ കരുണയോടെയും വിനയത്തോടെയും പെരുമാറണമെന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, അവരോട് ഛേ എന്ന വാക്കുപോലും നമ്മൾ ഉപയോഗിക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. അവർക്ക് വിഷമമാകുന്ന ഒരു കാര്യം, നമ്മുടെ മുഖത്ത് ഒരു ചുളിവ് വരുന്നതാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ചുളിവ്, ആ ഒരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളത് അവരെ ഒരിക്കലും ഫീൽ ചെയ്യിപ്പിക്കരുത് എന്നുള്ളതാണ് നിങ്ങളോട് എന്നോട് പറയാനുള്ളത്. അതുപോലെ അതായത് മാതാപിതാക്കളോടുള്ള നല്ല പെരുമാറ്റം ഒരു കുടുംബ മര്യാദ മാത്രമല്ല, വിശ്വാസ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. ക്രിസ്തുമതം പറയുന്നത് ബൈബിളിൽ എൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ഒന്നാണ്. അവരെ സ്നേഹിക്കുക, ആദരിക്കുക, കഴിയുന്ന സമയത്ത് പരിചരിക്കുക എന്നത് ക്രിസ്തീയ മൂല്യങ്ങളിലും വളരെയധികം പ്രധാനമുള്ളതാണ്. ഹിന്ദു പാരമ്പര്യം നമ്മെ ഉണർത്തുന്നത്, ഹിന്ദു പാരമ്പര്യത്തിൽ മാതാപിതാക്കൾക്ക് വളരെ ഉയർന്ന സ്ഥാനം നൽകുന്നു. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്ന ആശയം അമ്മയെയും അച്ഛനെയും വലിയ ആദരവോടെ കാണാൻ നമ്മെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. മതങ്ങൾ വ്യത്യസ്തമാകാം, സന്ദേശം ഒന്നുമാണ്. 3 പാരമ്പര്യങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ മൂല്യമുണ്ട്. നമ്മെ വളർത്തിയവരെ ബഹുമാനിക്കുക, അവരോട് കരുണയോടെ സംസാരിക്കുക, അവർക്ക് നമ്മളെ ആവശ്യമുള്ളപ്പോൾ കൂടെ ഉണ്ടാവുക. ഒരു കാര്യം മാത്രം ഓർക്കണേ, ഇന്ന് അമ്മ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് തിരക്കായിരിക്കാം. അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ ഒരേ ചോദ്യം വീണ്ടും 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 ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നേക്കാം. പുതിയ ഫോൺ ഉപയോഗിക്കാൻ അറിയാതെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അസഹിഷ്ണുത തോന്നിയേക്കാം.
പക്ഷേ ഒരു ദിവസം ആ ഫോൺ വരാതിരിക്കും. എവിടെയാണ് മോനെ എന്നുള്ള ആ വിളിയുണ്ടല്ലോ, അത് ചോദിക്കാൻ ഒരാൾ ഇല്ലാതാകാം. അന്ന് നമ്മൾ ആഗ്രഹിച്ചാലും ആ ഒരു കോൾ തിരികെ കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് അവർ കൂടെയുള്ളപ്പോൾ തന്നെ അവരോട് സംസാരിക്കുക, അവരെ കേൾക്കുക, അവർക്ക് പുതിയ കാര്യങ്ങൾ കൊടുക്കുന്നു, കഴിയുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ. കാരണം വലിയ സമ്മാനങ്ങളെക്കാൾ വിലപ്പെട്ടത് എൻ്റെ മക്കൾ എന്നെ മറന്നിട്ടില്ല എന്ന മാതാപിതാക്കളുടെ ആ അനുഭവം. ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു കാര്യം ചെയ്യാം. അച്ഛനോ അമ്മയോ അടുത്തുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് ഒന്ന് ഇരിക്കുക, അവരുടെ കൈയൊന്ന് കൂട്ടിപ്പിടിക്കുക. എന്തൊക്കെയാണോ ഉമ്മ, എന്തൊക്കെയാണോ ഉപ്പ, അല്ലെങ്കിൽ അമ്മ, അച്ഛ, ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ചെയ്യാൻ, നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടോ, നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചോ? നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു. ആ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുക, അവരുടെ മനസ്സിലുണ്ടാകുന്ന ചെറിയൊരു സന്തോഷം കൂടി നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ മുതൽക്കൂട്ടായിരിക്കും. അപ്പോ നിങ്ങളുടെ മാതാപിതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ ഏറ്റവും വിലപ്പെട്ടവർ, നമ്മളെ സംരക്ഷിച്ചവർ. അവർക്ക് വേണ്ടി നമ്മുടെ സമയം കുറച്ച് മാറ്റി. ഈ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടി എന്നറിയാം, എങ്കിലും ഒരാളുടെ ജീവിതത്തിൽ ഒരു മാതാപിതാക്കളെങ്കിലും എൻ്റെ വീഡിയോ കൊണ്ട് അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു മക്കൾക്ക്, ഒരു മകന്, ഒരു മകൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ വിജയിച്ചു എന്ന് പറയാം. കാരണം അവരുടെ പ്രാർത്ഥനയിലും അവരുടെ സ്നേഹത്തിലും എനിക്കൊരു സ്ഥാനം. അപ്പോൾ ഓക്കെ, എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.